ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിൽക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വളരെ അസ്വസ്ഥമായിട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ കാലാവസ്ഥ ഇപ്പം നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നതിലപ്പുറമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വൈറസ് പനികളും അതുപോലെ ജലദോഷങ്ങളൊക്കെ എല്ലാവരും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ല ജലദോഷമാണ്. നമ്മുടെ ശബ്ദം വെളിയിൽ വരുന്നില്ലെങ്കിലും നമ്മുടെ ദന്ത ഡോക്ടറുടെ വിശേഷം വയ്യാത്തത് കൊണ്ടാണ് പറയാതിരിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന് നിങ്ങളോട് ഈ കഥ പറയുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ വെகு രസകരമാകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഭാഗം നമ്മൾ അവസാനമായി കാണുന്നത് നന്ദ പിങ്കിയുടെ റൂമിൽ ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന പിങ്കിയുടെ മുഖത്ത് ആ വാൽക്കണ്ണാടി പ്രയോഗം അത് രസകരമാകുന്ന രീതിയിൽ നമുക്ക് കണ്ടു. അതിൽ നാളത്തെ ദിവസത്തെ കഥയിലാണ് ആ വാൽക്കണ്ണാടി വെച്ച് മുഖത്ത് വെട്ടമടിച്ചപ്പോൾ പിങ്കിക്ക് അസ്വസ്ഥതയുണ്ടാകുകയും അങ്ങനെ പിങ്കി വളരെ ദേഷ്യത്തോടു കൂടി മുഖത്തെ വെട്ടമടിച്ച് ആ അന്നേരം തന്നെ കണ്ണു തുറക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് പിങ്കിക്ക്. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് നത്തയുടെ മുഖമാണ്. അപ്പോൾ നത്തയുടെ മുഖം കണ്ടത് പിങ്കിക്ക് ദേഷ്യം വരുമുണ്ട്. ദേഷ്യം വന്നിട്ട് ദേഷ്യം സഹിക്കുവാൻ വയ്യാത്ത അവസ്ഥ. അപ്പം നത്തയോട് ചൂടാക്കുന്ന ഒരു ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അങ്ങനെ പിങ്കിയും നത്തയും തമ്മിലൊരു വാക്കുവാദം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കം ഉണ്ടാകുക. അപ്പോൾ ഇതിനകത്ത് ചില ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വാൽക്കണ്ണാടി വെച്ച് മുഖത്ത് പ്രകാശം അടിക്കുമ്പോൾ അത് ഉള്ളിലുള്ള കുഞ്ഞിനും അതൊരു കുളിർമയുണ്ടാക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും കാണുന്നത്. അതുകൊണ്ടായിരിക്കും തത്ത ആ ഒരു പ്രയോഗം നടത്തിയത്. അല്ലാതെ പിങ്കിയെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പിങ്കിക്ക് അതൊരു ഉപദ്രവമായി മാറുകയും അങ്ങനെ പിങ്കിയും നന്ദയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയും അതിനിടയിൽ നമ്മുടെ പിങ്കിയുടെ ചിറ്റ കയറി വന്ന് നന്ദയോട് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് നാളത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും നന്ദ ഇപ്പോൾ ഇരട്ടി ബലം പ്രാപിച്ചുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും പിങ്കിയും ഗൗതവും ആരൊക്കെ തന്നെ തല്ലിയാലും പിങ്കിയുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധ കൊടുക്കും, അല്ലെങ്കിൽ പിങ്കിയുടെ എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു മുൻഗണന, അല്ലെങ്കിൽ ഒരു എന്തോ ഒരു പിങ്കിയുടെ എല്ലാ കാര്യവും നോക്കുവാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില നിമിഷങ്ങളും ചില ദിവസങ്ങളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം തൻ്റെ കുഞ്ഞാണല്ലോ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത്. ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നത് നന്ദയുടെ ഒരു വാശി, അല്ലെങ്കിൽ ഒരു ആഗ്രഹം തന്നെയാണ്. ഒരുപാട് വിഷമിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞും നിലവിളിച്ചൊക്കെ കിട്ടിയ തൻ്റെ വയറ്റിലല്ലെങ്കിലും വേറൊരു ഗർഭപാത്രത്തിലാണെങ്കിലും തൻ്റെ ചോര തന്നെയാണ് പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത് എന്നുള്ളത് നന്ദയ്ക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, നല്ല പക്വതയോടുകൂടി നന്ദ കാര്യങ്ങളിൽ ഇടപെടുകയും അത് കണ്ട് സഹിക്കുവാൻ വയ്യാത്ത പിങ്കിയും അതുപോലെ തൻ്റെ ചിറ്റ ഇപ്പോൾ ഒരു അല്പം ഡേഞ്ചറായിട്ട് വരും, അല്ലെങ്കിൽ അല്പം നന്ദനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുവാൻ ശ്രമിക്കുക. പക്ഷേ നമ്മുടെ ഈ ചിറ്റയുടെ പ്രയോഗമൊന്നും നന്ദയുടെ അടുക്കൽ ഏൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടതും അങ്ങനെ തന്നെയാണ്. നന്ദനെ ഒന്ന് പേടിപ്പിച്ച് നിർത്തുവാൻ ശ്രമിച്ചു. പക്ഷെങ്കിൽ ആ പേടിപ്പിയിൽ നിന്നും നന്ദ ഒതുങ്ങുന്നതല്ല എന്ന് പിങ്കിയോട് വന്ന് തൻ്റെ ചിറ്റ പറയുമ്പോൾ ഇനി അടുത്ത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധേനെ നന്ദേനെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കണം. അതിന് വേണ്ടത് ഗൗതമിനെ ചാക്കിട്ട് പിടിച്ച് പിങ്കിയോട് കൂടുതൽ അടുപ്പിക്കുക. അങ്ങനെ അടുപ്പിച്ച് കഴിയുമ്പോൾ നന്ദയുടെ മനസ്സിൽ വേദനയും ദുഃഖവും അതുപോലെ ദേഷ്യവും ഉണ്ടാവും. അങ്ങനെയെങ്കിലും തീവ്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ചിറ്റയും പിങ്കിയും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ. പക്ഷേങ്കിൽ നന്ദ അവിടെ എല്ലാം പിടിച്ചു നിൽക്കുന്ന രസകരമാകുന്ന നിമിഷവും അതുപോലെ പിങ്കി കാണിക്കുന്നതിൻ്റെ 10 ഇരട്ടി വാശിയും അതുപോലെ ചില പിടിവാശിയും ഒക്കെ കാണിക്കാൻ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ എന്തായാലും വാൽക്കണ്ണാടി വിഷയം വാക്കുതർക്കത്തിൽ ഒഴിവാകും. എങ്കിലും നന്ദ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് വയറ്റിലുള്ളത് കൊണ്ട് എനിക്ക് ശ്രദ്ധ ചെലുത്തിയേ പറ്റൂ എന്ന് പറയുകയും അങ്ങനെ നന്ദ അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്യട്ടോ. എന്തായാലും തൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടാണ് നന്ദ അവിടെ നിന്ന് പോകുന്നത്. പിങ്കിയുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഒന്ന് ഫ്രഷാക്കി മാറ്റുക എന്നതായിരുന്നു നന്ദയുടെ ലക്ഷ്യം. അതിനുശേഷം കാണുന്ന നമ്മുടെ പിങ്കിയുടെ ചിറ്റ ചെന്ന് ഇന്ത്യവരത്തെ ഏട്ടത്തിയോട് പരാതികൾ പറയുന്ന ഒരു ഭാഗമാണ്. നന്ദയുടെ കാര്യത്തിൽ പിങ്കിയുടെ കാര്യത്തിൽ ഇനി നന്ദ ഇടപെടാൻ പാടില്ല, ഞാനുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അതുകൊണ്ട് അരുന്ധതി ഒരു കാര്യം ചെയ്യണം, നന്ദയെ തടുക്കണം. നന്ദ ഇപ്പോഴും പിങ്കിയുടെ ചുറ്റിപ്പറ്റി നിന്ന് പിങ്കിയെ ശല്യം ചെയ്യാറ്. അതുകൊണ്ട് അത് പിങ്കിക്ക് വളരെ ദോഷമാകുകയും അത് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ദോഷമാകുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ചില തിരി കൊടുത്തുന്ന ചില സാഹചര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതിനുശേഷം പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാനുണ്ട് പിങ്കിയുടെ കാര്യം നോക്കാൻ. ഇനി അത് മാത്രമല്ല,
നന്ദയ്ക്കുള്ളത് പോലെ തന്നെ ഉത്തരവാദിത്തം ഗൗതമിനുമുണ്ട് പിങ്കിയോട്. കാരണം ഗൗതമിൻ്റെയും നന്ദയുടെയും കുഞ്ഞാണല്ലോ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഗൗതം ഇനി മുതൽ പിങ്കിയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നന്ദയല്ല, മറിച്ച് ഗൗതമായിരിക്കണം എന്ന് പറയുകയാണ്. കാരണം നന്ദ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. അതിനപ്പുറം തന്നെ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനും കൂടെ അല്പം ശ്രദ്ധ കൊടുക്കണം. അതുകൊണ്ട് ഗൗതം പിങ്കിയോട് അല്പം കൂടെ മൃദുസമീപനം ഉണ്ടാകണം, പിങ്കിയുമായിട്ട് അടുക്കണം, പിങ്കിയുടെ കാര്യങ്ങളിൽ ഇടപെടണം, പിങ്കിയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്നൊരു വ്യവസ്ഥ ഇന്ത്യപുരം തറവാട്ടിൽ ഏട്ടത്തിയോട് പറയുന്ന ചില നിമിഷവും ഇത് കേട്ട് നന്ദ പെട്ടെന്ന് ഞെട്ടിപ്പോവുകയും ചെയ്യുന്ന ചില നിമിഷമാണ്. പക്ഷേ നന്ദ ഞെട്ടുന്നതല്ലാതെ നന്ദയ്ക്ക് അതിൽ നിന്ന് അല്പം പോലും പിന്മാറുവാൻ നന്ദയ്ക്ക് മനസ്സില്ല. കാരണം പിങ്കിയെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ പിങ്കിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക, തൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യം എൻ്റെ തലവെട്ടിയിട്ടാലും ഞാൻ മാറില്ല എന്നൊരു ചിന്തയോടുകൂടി നന്ദ അതിനെയെല്ലാം എതിർക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ ഈ എപ്പിസോഡിൽ കാണുന്നത്. അതിനുശേഷം കാണുന്നത് നമ്മൾ രസകരമാകുന്ന നിമിഷം വീണ്ടും രസകരം വാൽക്കണ്ണാടി കഴിഞ്ഞ് ഇനി രാവിലെ പിങ്കിക്ക് മാമ്പഴം ജ്യൂസുമായിട്ട് പോകുന്ന നന്ദേനെയാണ് കാണുന്നത്. അങ്ങനെ ഈ സമയത്ത് പെട്ടെന്ന് ഈ ചിറ്റ പറയാണ്, പിങ്കിയുടെ ചിറ്റ പറയാണ്, മാമ്പഴം ജ്യൂസ് ഒന്നും വേണ്ട, അത് നീ തന്നെ കുടിച്ചാൽ മതി, പിങ്കിക്ക് വേണ്ട ആവശ്യങ്ങളുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്താളാം എന്ന് പറയുമ്പോൾ നന്ദയ്ക്ക് അല്പം ദേഷ്യം വന്നിട്ട് അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ട് ഇത് കുടിപ്പിച്ചു തരുന്നതിൻ്റെ കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ നന്ദ പെട്ടെന്ന് ആ മാമ്പഴ ജ്യൂസുമായിട്ട് ഈ ചിറ്റയുടെ മുൻപിൽ കൂടെ തന്നെ ചിറ്റയെ തള്ളിമാറ്റി പിങ്കിയുടെ അടുക്കൽ ചെല്ലുകയും പിങ്കിയെ നിർബന്ധിച്ച് കുടിപ്പിക്കുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. എന്തായാലും പിങ്കിക്ക് കുടിക്കുവാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ചില സാഹചര്യവും തടുക്കുവാൻ പറ്റാത്ത ചില സാഹചര്യവും ഒക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം നന്ദ പറയുന്നുണ്ട്, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നൊക്കെ എനിക്കറിയാം, നിങ്ങൾ രണ്ടും കൂടെ ഒത്തുചേർന്ന് എന്നെ ഒഴിവാക്കുവാൻ, എൻ്റെ ഗൗതം സാറിനെ ഒഴിവാക്കുവാനുള്ള നിങ്ങളുടെ പ്ലാനും പദ്ധതിയൊന്നും ഇവിടെ നടക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞ് പിങ്കിയുടെ വയറ്റിലുള്ളിടത്തോളം കാലം പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും ഞാനുണ്ടാകും, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഓടിയെത്തും. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞൊരു മുന്നറിയിപ്പ് കൊടുക്കുന്ന പിങ്കിക്കും ചിറ്റയ്ക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയും അങ്ങനെ നന്ദ പിങ്കിയുടെ എല്ലാ കാര്യവും Z വരെയുള്ള കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുവാൻ മുൻപോട്ടിറങ്ങി വരികയും ചെയ്യും. അപ്പം ഗൗതമൻ അവിടെ വലിയൊരു സ്ഥാനം കൊടുക്കുവാൻ ചിറ്റയും പിങ്കിയൊക്കെ ശ്രമിക്കുമ്പോഴും അതിനെയെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് നന്ദ ഗൗതമില്ലെങ്കിലും പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു പ്രമോ വിശേഷമാണ്, റിയൽ വിശേഷമായിട്ട് വരും ദിവസം തന്നെ രാവിലെ തന്നെ ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ വളരെ അസ്വസ്ഥനായതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയാത്ത എങ്കിലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നാളെ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.